വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ കുറച്ച് പരിപാടിയുണ്ട്. നമ്മൾ സ്ഥലം നോക്കാൻ പോവുകയാണ്. ഇവിടെ അടുത്തായിട്ടൊരു സ്ഥലമുണ്ട്, ഒരു 15 സെന്റ് കണ്ട. അപ്പോൾ അത് പോയി നോക്കിയിട്ട് വരണം. നേരത്തെ സ്ഥലം വർക്കൗട്ട് ആയാലും നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി മുതൽ സ്ഥലം മേടിക്കുന്ന എല്ലാം ഞാൻ ബ്ലോഗിനകത്ത് കാണിക്കും. മേടിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എന്നെ ബൈക്കിന് ഡിലേ പറഞ്ഞ് ഒരു തീരുമാനമാക്കി തന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ സ്ഥലത്തിൽ തന്നെ പിടിക്കാം. സ്ഥലവും പിന്നെ ഞാൻ അടുത്ത മാസം അല്ല അടുത്ത മാസം എന്തായാലും അടുത്ത മാസം തന്നെ ഉറപ്പിച്ച് ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പിന് പോകാൻ ഉദ്ദേശിക്കില്ല പോകണം. അതിനു മുമ്പ് എനിക്ക് മെയിൻ ഒരു ഐറ്റം കൂടി വേണം. ആ ഒരു ഐറ്റത്തിന് പുറകെ നടക്കുമായിരുന്നു ഞാൻ കഴിഞ്ഞ 5-6 ദിവസം വ്ലോഗ് ഇടാഞ്ഞത്. അതെന്താണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ 4 മാസം കണ്ട് കാണും ഓൾ ഇന്ത്യ ട്രിപ്പ്. എല്ലാ സ്റ്റേറ്റിലും പോയി ഫുഡൊക്കെ ട്രൈ ചെയ്ത് നമ്മൾ ഫുൾ ട്രിപ്പായിട്ട് അത് 4 മാസമുണ്ട്. 3-4 മാസം കാണും. 100 ദിവസത്തേക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അത് പോകണം എന്ന് ഉറപ്പിച്ച് നിൽക്കുക. പക്ഷെ അതിനു മുമ്പേ കുറച്ചൊരു വെറൈറ്റി ആക്കി ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ ഫുൾ ലൈവ് സ്ട്രീം ഇടാമെന്ന് വിചാരിച്ച്. ഒരു 12 മണിക്കൂർ ലൈവ് സ്ട്രീം. പക്ഷേ ഇത് ഈ ലൈവ് സ്ട്രീം മലയാളത്തിലല്ല, ഹിന്ദിയിലായിരിക്കും. നമുക്ക് മലയാളത്തിലുള്ളവരാണ് ഇപ്പോൾ ഹിന്ദിയിൽ ചെയ്യേണ്ടി വരും. എനിക്ക് ഹിന്ദിയിൽ കൂടുതൽ ഓഡിയൻസ് ഉള്ളതാണ്. അപ്പം മുമ്പിലോട്ട് പോകുന്നതോറും കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. പിന്നെ കേരളത്തിൽ നല്ല സപ്പോർട്ടാണ്. പക്ഷേ കേരളത്തിനെക്കാട്ടിലും കുറച്ചുകൂടി വളർത്തിയെടുക്കേണ്ടത് എനിക്ക് ഹിന്ദിയാണ്. ഹിന്ദി വളർത്തിയെടുത്താലേ എനിക്ക് ഈ മിക്ക വീഡിയോസ് ഞാൻ കേരളത്തിൽ ചെയ്യുന്നതിന് എനിക്ക് നല്ല ചിലവുണ്ട് പൈസ. അപ്പോൾ അത് റോൾ ചെയ്യാൻ പൈസ വേണമെങ്കിൽ ഹിന്ദിയിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പോൾ ഹിന്ദിയിലൊരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പിലോട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹിന്ദിയിൽ ഓഡിയൻസ് കേരളത്തിന് അത്ര ഇല്ല എനിക്ക്. എന്നുവെച്ചാൽ ഉണ്ട്, എന്നാലും ആ ഒരു ലോയൽ ഓഡിയൻസ് എനിക്ക് കേരളത്തിലാണ്. നിങ്ങൾക്ക് വേണ്ടി വ്ളോഗ്സ് ആയിരിക്കും, അവർക്ക് വേണ്ടി ലൈവ് സ്ട്രീമിംഗ് വ്ളോഗ്സ്. അതെന്ന് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു കറക്റ്റായിട്ട് സെറ്റായി കിട്ടുന്നത്, ഹിന്ദിയിൽ സെറ്റാകുന്നു, പിന്നെ നമുക്ക് മലയാളത്തിലോട്ട് ലൈവ് സ്ട്രീം ആക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ഗിയർ വേണം. അപ്പോൾ ആ ഒരു ഗിയർ നല്ല വിലയാണ്. എത്ര വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 3 ലക്ഷം രൂപ ഗിയറിന്റെ വില. അത് പുറത്തുനിന്ന് മേടിച്ച. ആ സാധനം ഇവിടെ വരുമ്പം ഒടുക്കത്തെ എക്സ്പെൻസീവ് ഗിയർ ആയതുകൊണ്ട് ഒരു കസ്റ്റം ഡ്യൂട്ടിയിൽ ഒരു 30, 40, 50%. 50% ആണെങ്കിൽ പിന്നെ ഒരു ടാക്സ് 1.5 ലക്ഷം അടയ്ക്കേണ്ടി വരും. കൊള്ളാമല്ല. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ച് ഈ സാധനം മേടിക്കണം. ഞാൻ എൻ്റെ ബൈക്കിൻ്റെ ഇത് ഞാൻ ഇപ്പോഴത്തേക്ക് ഡിലേ ആക്കുക. ഇപ്പോൾ സ്ഥലം നോക്കാം, നിങ്ങൾ പറഞ്ഞ കണക്ക് സ്ഥലം നോക്കാം. പിന്നെ ഒരു കാറും എടുക്കണം. ഈ ട്രിപ്പിൽ പോകാൻ കാറും എടുക്കണം. അത് ഒരു ബഡ്ജറ്റ് കാറ് ട്രിപ്പിന് വേണ്ടി സെറ്റ് ആക്കണം. അല്ലെങ്കിൽ പിന്നെ BYD ഒക്കെ എടുത്തിട്ട് ആദ്യത്തെ കാര്യം BYD ഇപ്പം വീടിൻ്റെ പുറകെ പോവാണെങ്കിൽ BYD ഇപ്പോൾ നടക്കത്തില്ല. ഇപ്പോൾ തൽക്കാലം എനിക്ക് പക്ഷേ വണ്ടി വേണമെന്ന് തരാം. വാടക എടുത്തുകൊണ്ട് പോകുന്നതിനെക്കാട്ടിലും വണ്ടി വേണം. ആ വണ്ടിയായിട്ട് നമുക്ക് പോകാൻ വേണ്ടി ഒരു ബഡ്ജറ്റ് ഒരു 10 ലക്ഷത്തിൽ കിട്ടുന്നൊരു കാറ് മൈലേജ് ഉള്ള അത് പൊക്കാന്ന് ഞാൻ തീരുമാനിച്ചു. അത് മോസ്റ്റ്ലി അടുത്ത ഒരാഴ്ചയിൽ നമ്മൾ സെറ്റാക്കും. മോസ്റ്റ് പ്രോബ്ലി ലൈവ് സ്ട്രീം ഇടാൻ വേണ്ടി എനിക്ക് പ്ലാൻ ഉണ്ട്. അപ്പോൾ ആ ലൈവ് സ്ട്രീമിംഗ് ഗിയർ മേടിക്കണം. പക്ഷെ അതിന് ഒരു 3 ലക്ഷം രൂപ അതിനാവും ഓൺലൈൻ ഓർഡർ ചെയ്യാൻ. അതിൻ്റെ പൊക്കത്തിൽ 1-1.5 ലക്ഷം ചിലപ്പോൾ ഇവിടെ കസ്റ്റം ഡ്യൂട്ടി എത്തിക്കഴിഞ്ഞ് ടാക്സ് ആവും. അപ്പോൾ അതെല്ലാം കൂടി ഒരു 4 ലക്ഷം 4-4.5 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ ആ സാധനം എനിക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അതുണ്ടെങ്കിൽ ലൈവ് സ്ട്രീം നടക്കത്തുള്ളൂ, അല്ല ലൈവ് സ്ട്രീം നടക്കത്തില്ല. ട്രാവൽ ചെയ്തുകൊണ്ട് ലൈവ് സ്ട്രീം ആരും ചെയ്തിട്ടില്ല ഇന്ത്യയിൽ. അങ്ങനെയാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് സ്ഥലം നോക്കിയിട്ട് വരാം. പിന്നെ വണ്ടി നിങ്ങൾ പറ 10 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റിനകത്ത് ഞാൻ ഫ്രോങ്സ് ആണ് ചിന്തിക്കുന്നത്. ഫ്രോങ്സ് 10-40 കണ്ടാവും. നല്ല വണ്ടിയാണ്. അല്ലെങ്കിൽ വണ്ടി പറയാം. അതെല്ലാം പറഞ്ഞാൽ നമുക്ക് മേടിക്കണം. അതെന്തായാലും നമ്മൾ 1 ലക്ഷം ഡൗൺ അടിച്ചിട്ട് ബാക്കി EMI ആക്കാം, അച്ഛൻ്റെ പേരിലാക്കാം. അല്ലേ അപ്പോൾ പിന്നെ എനിക്ക് സ്ഥലം മേടിക്കാൻ എൻ്റെ പേരിലും ഒരു ലോൺ എടുക്കാൻ പറ്റും. എൻ്റെ പേരിൽ തന്നെ ഇതിൽ ലോൺ എടുത്താൽ പിന്നെ സ്ഥലത്തിന് ലോണിന് ഇഷ്യൂ ആവും. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും പോവാം, സ്ഥലം നോക്കാം. ബോയ്സ്, അമ്മ കടയിലുണ്ട്. അപ്പോൾ നമുക്ക് അമ്മയുടെ പോയിട്ട് പിന്നെ സ്ഥലം നോക്കാൻ പോവാം. എൻ്റെ മൂക്ക് കടഞ്ഞിരിക്കും, എനിക്ക് പനിയുണ്ടെന്ന് തോന്നുന്നു. മൂക്ക് കടഞ്ഞിരിക്കുന്ന പനി കാരണമാണ്. അല്ലെ എൻ്റെ റൂമിനകത്ത് മതിലിൽ നിന്ന് ഈ പെയിൻറ്റ് പൊളിയുന്നുണ്ട്. അതിൻ്റെ മൂക്കിലടച്ച് അലർജിയായി തുമ്മി ആയതാണെന്നും ഡൗട്ടുണ്ട് എനിക്ക്. പോവാ. എവിടെയാ സ്ഥലം? അമ്മ മേടിക്കാൻ പറയിരിക്കുക വേണ്ടേ? ഞാൻ തന്നെ ഓടിക്കാന്ന്. ബോയ്സ്, ഞാനപ്പം പ്ലോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 18 സെന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. കുറച്ച് കാട് കയറി കിടപ്പുണ്ട്. ഇങ്ങനെ കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാത്തില്ലല്ലേ. നമുക്ക് റോഡിൽ തന്നെ കാണിക്കാം. ഈ റോഡ് എനിക്ക് കുഴപ്പമില്ല, കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. എന്നാലും വലിയ തിരക്കുള്ള റോഡില്ലാത്തതാണ് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ റോഡ് കയറിയത് ഇങ്ങനെ വരും. ഇതാണ് പ്ലോട്ട്. കുറച്ചേറെ കാടുണ്ട്. ഇത് എവിടം വരെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 സെന്റ്. ഈ ഒരു വീട് കണ്ട, ഈ വീടിൻ്റെ അവിടെ ആയിട്ടൊരു ഇങ്ങനെ ഇത് പോകുന്നുണ്ട്, അതിർത്തി. ഈ വരതേ ആ ഒരു ചെറിയ മരം വരെ പോകും. അവിടം വരെ പോയിട്ട് പിന്നെ അത് സ്ട്രെയിറ്റ്. അപ്പോൾ ഏകദേശം ഒരു സ്ക്വയർ ആണിത്. ആ മതിൽ തൊട്ട് നേരെ പോയി അവിടം വരെ, ആ ചെറിയൊരു ഇത് വരെ. അങ്ങോട്ടൊക്കെ ഫുള്ളും കാടാണെന്ന് തോന്നുന്നു. പുറയിലൊക്കെ വേറെ പ്ലോട്ടാണ്. കുളമൊന്നുമില്ല, ഇതെല്ലാം കുറച്ച് കാടാണെങ്കിലും. ഇതെന്തുവാണിത്? കുറച്ച് കാടാണ്. അകത്തോട്ട് കയറി പോകണം. ഞാൻ ഇവിടെ പോണ്ടില്ല, പക്ഷേ കണ്ണിക്കണ്ട വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുളമൊന്നുമില്ല. പ്ലോട്ട് ഏകദേശം ആമൂല വരെ കണ്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും അങ്ങോട്ട്. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഫൈനലി ഇവിടെ നിന്നല്ലേ ഈ ഒരു സാധനം. ഇപ്പോൾ ഫുൾ ലെന്ത് കാണണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ അറിയത്തില്ല. ഇവിടുന്ന് അവിടം വരെ 1x കാണിക്കുന്നത്. അവിടം വരെ അങ്ങോട്ടും ഉണ്ടാ. ഓ
അവിടം വരെ ഉണ്ട് ബോയ്സ്. അപ്പത്തേ അവിടുന്ന് ആ അറ്റം വരെ. ഇത് പോണ്ടാണോ അല്ലെ വെള്ളം നിറഞ്ഞിരിക്കുകയാണോ? കുളമല്ലല്ലോ. ഇത് ജസ്റ്റ് വെള്ളം പൊങ്ങിയിരിക്കുമല്ലേ? ഇത് വെള്ളം കിടക്കുമോ വെറുതെ? ആണോ? ഓക്കെ, ഇത് കണ്ടമാണോ? അപ്പൊ ഇതാ നമ്മുടെ ഇത് ഭാഗത്തോടെ കിടക്കല്ലോ ഇതെടുത്ത്. ഇത്രയും ഭാഗമില്ലേ പക്ഷെ ഇതിനകത്തോട്ട് പൊക്കണ്ടേ ഇത്? ഇത്ര പോർഷൻ അല്ലേ? ഇത്ര പോർഷൻ മണ്ണിട്ടാൽ മതി. അപ്പൊ ഈ സ്ഥലം കണ്ട് നിങ്ങൾ എങ്ങനെ കമൻസിൽ പറ. എന്തായാലും ഈ ഭാഗത്തോട്ടൊക്കെ നല്ല കുളം കാണത്തില്ലായിരിക്കും. ഇതൊക്കെ നമ്മൾ നികപ്പിച്ചിട്ട് അഡ്വാൻസ് അപ്പോൾ കൊടുക്കാം. പക്ഷെ കൊടുക്കുമ്പോൾ തീരുമാനിച്ചില്ല. നിങ്ങൾ പറ ഈ സ്ഥലം കൊള്ളാവാ. അമ്മ അങ്ങോട്ട് പോകും. അപ്പോൾ ചേട്ടൻ രണ്ടാമത്തെ ഒരു പ്ലോട്ടും കൂടി കാണിക്കുകയാണ്. ഇത് 2 കട, പിന്നെ അത് അങ്ങോട്ട് പുറലോട്ടും ഉണ്ട് 12 സെൻറ്റ്. അത് 18 അല്ല, ഇത് 12. സ്ഥലമൊക്കെ നോക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. എൻ്റെ മൂക്കൊക്കെ ഇടന്നിരിക്കുന്നു. എന്തോ അമ്മ എത്തി നോക്കുന്ന? പക്ഷെ 12 സെൻറ്റേ ഉള്ളല്ലേ? എൻ്റെ കുതിര നിർത്താൻ പറ്റുമോ? കുതിര ആ സ്ഥലം പറ്റത്തില്ല, കുറച്ചുകൂടി വേണ്ടി വരും. മിക്കവാറും കുതിര തോട്ടി പോകാൻ ബാക്കിലോട്ട് കുറച്ച് തോടുള്ളതുകൊണ്ട് അത്രയ്ക്ക് തോടില്ല. കുഴപ്പമില്ല, നോക്കട്ടെ. ഇതൊന്നും ആ ചാവി കൊണ്ടുവന്ന് ബാക്കിലോട്ടൊന്ന് നോക്കാം. ആണോ? ഇത് ചരമ്പറമ്പ് അമ്പലം. അമ്പലം ഉണ്ടല്ലോ, നല്ലതാ. ചേട്ടൻ ഫൈനലി ഗേറ്റ് തുറന്നു. ഓ, ഇങ്ങനെയാണ് സ്ഥലം. ആ കല്ല് വരെ കണ്ടാണെന്ന് തോന്നുന്നു. നീണ്ടു കിടക്കുവാണിത്. അവക്കാഡോ? ഇത് ഏത് കാട് ഫ്രൂട്ടാണ്? അവക്കാഡോ ഒന്നും അല്ലത്. ഇത് കുറച്ച് നീണ്ട സ്ഥലമാണെന്ന് തോന്നി. അവിടം വരെ ഉള്ളു. അതുകൊണ്ട് അതങ്ങനെ നേരെ പോകുന്നത് ആ സാധനം. അപ്പോൾ കുറച്ചത് ഇവിടുന്ന് ഇവിടം വരെ. എനിക്ക് ചതുരത്തിലുള്ള സ്ഥലമാണ് ഇഷ്ടം. പക്ഷേ പുറകോട്ട് കുറേ സ്ഥലം ഉണ്ടെന്നോ, വേറെ ഇറങ്ങണ്ട. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് നീണ്ട സ്ഥലം. അതെ, അവിടെ തൊട്ട് അവിടം വരെ. എനിക്ക് നീണ്ട സ്ഥലം ഇഷ്ടമല്ല. എനിക്ക് വീടിൻ്റെ പുറത്തോട്ട് നോക്കാൻ, സൈഡിലോട്ട് നോക്കുമ്പോൾ മതിൽ കാണുന്നത് ഇഷ്ടമല്ല. എൻ്റെ അവിടെയുള്ള സ്ഥലം അച്ഛൻ്റെ നീണ്ടതാണ്. ഞാൻ അച്ഛനോട് വീട് വെക്കാൻ പോയപ്പോഴും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. കുറച്ച് കോസ്റ്റ് ആവും. ബോയ്സ് അപ്പം ബോയ്സ് ആൻഡ് ഗേൾസ് അപ്പം നിങ്ങൾ പറയും ഏത് സ്ഥലമാണ് നല്ലത്? ബഡ്ജറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുത് ബഡ്ജറ്റില്ല, വലുത് കുറച്ചേറെ സ്പെച്ച് ചെയ്യേണ്ടി വരും. അത്ര ലോൺ പോലും കിട്ടുക പറയുന്നത്. എനിക്ക് ലോൺ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ എന്തായാലും പറ. അതാ പോവാമ്പേ. അപ്പം സ്ഥലമൊക്കെ എന്ന് വെച്ചാൽ റോഡ് അത്രയ്ക്കില്ല. റോഡ് ഇത്രയും വേണ്ടെങ്കിലും ആ റോഡ് കണക്കെങ്കിലും വേണം. ഇത് 15 അല്ലേ? ഇവിടെ 8, 9, 10 ഉള്ളത്. 10, 15 മോഹവിലക്ക് പറയുന്നേ അവര്. കേട്ടോ, ഇവിടെ സ്ഥലം പഠിപ്പിക്കാതമ്മ. മോഹവില 15 ആണോ? അമ്മ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യും. അവിടുന്ന് ആ 2ാം സ്ഥലത്തുനിന്ന് കൊതുകടി വിളിച്ച് ചൊറിഞ്ഞോണ്ടിരിക്കുവോ ഞാൻ? അതിനൊന്നുമല്ല. എന്തായാലും അമ്മ തീരുമാനമാക്കി, ഇഷ്ടപ്പെടുന്ന ചെയ്യും. എനിക്ക് ഈ 3 മാസം ട്രിപ്പിന് പോകാൻ 10 ലക്ഷം രൂപ അറിയാം. അതിന്റെ 10 ലക്ഷവും ഇതിന്റെ 60 ലക്ഷവും ലക്ഷങ്ങളുടെ ഇടപാട് മാത്രമേ ഉള്ളൂ. അത് 60 അതിൽ കൂടുതലത് 60 കൂടുതലത്. ആ രണ്ടും പാരലൽ തന്നെ പോലെ. ഒരെണ്ണം ആദ്യം മറ്റേന്നും പറഞ്ഞ് നടക്കത്തില്ല കേട്ടോ. രണ്ടും ഒരുമിച്ച് പോയാൽ മതി. രണ്ടും ഒരുമിച്ച്. പുരയിടം കെട്ടെന്നും പറഞ്ഞ് ജീവിതം കളയാൻ പറ്റത്തില്ല എനിക്ക് കേട്ടോ. എനിക്ക് എൻ്റെ വർക്കാണ് ആദ്യം പ്രധാനം. ആദ്യം വർക്കിന് പോകും. നിങ്ങൾ പുരയിടം ഒന്നും പറഞ്ഞിട്ട് എന്നെ ഇവിടെ കെട്ടിയിടും. അത് നടക്കത്തൊന്നുമില്ല. രണ്ടും ഒരുമിച്ച് നടന്ന് എനിക്ക് 3 മാസം 10 ലക്ഷം രൂപ വേണം. 4 ലക്ഷം രൂപ ഗിയറിന് മാത്രമാണ്. ബാക്കി 6 ലക്ഷം ചിലവ്. നടക്കുമെന്ന് അറിയില്ല. നോക്കാം. നമ്മളങ്ങനെ ഫൈനലി 2 മാസങ്ങൾക്ക് ശേഷം ജിമ്മിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മൂക്കടപ്പ് വീഴും മാറിയിട്ടില്ല എനിക്ക്. എന്നാലും സ്ഥലം അന്ന് ചിലപ്പം ഇത് മാറുമായിരിക്കും. എന്നാലും നാളത്തേക്ക് പറയാം. പുറകെ വെള്ളം ഉണ്ടല്ലേ നമ്മൾ പറയുന്നത് കേട്ടാണ്. വെള്ളം ഉള്ളതുകൊണ്ട് ഇനി അത് പൊക്കിയാൽ പോലും അതിൽ ഇങ്ങോട്ട് ഇറുത്ത് വരിക എന്നൊക്കെ എന്തൊക്കെ പറയും. എന്നാലും നമുക്ക് ജിമ്മിൽ പോവാം. എന്തായാലും നിങ്ങളിവിടെ എവിടെയെങ്കിലും ആലപ്പുഴയിൽ ഇങ്ങനത്തെ നല്ല ഒരു തിരക്കുള്ള ഈ റോഡൊക്കെയാണ് സെറ്റ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ റോഡ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. എനിക്ക് മെയിൽ. ഇപ്പോൾ ജിമ്മിൽ പോവാം നമുക്ക്. എനിക്ക് മടി പിടിച്ചെന്ന് തോന്നുന്നു. എനിക്ക് ചെയ്യാനുള്ള വലിയ മൂടൊന്നുമില്ല. എന്നാലും കുറച്ച് ദിവസം ഇന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് വന്നതാണ്. ബോയ്സ്, അപ്പോൾ ഞാൻ ജിമ്മ് കഴിഞ്ഞ് ഒരു ബൈസെപ്പ് കേൾസും പുള്ളപ്പും മാത്രമേ ചെയ്തുള്ളൂ. എന്ന് വെച്ചാൽ ആദ്യം അത് മസിലപ്പായിട്ട് തുടങ്ങി, പിന്നെ ഇത് പുള്ളപ്പിലോട്ട് മാറി. എന്ത് ചെയ്യാൻ, എൻ്റെ തലയ്ക്കകത്ത് ഫുള്ള് ലൈവ് സ്ട്രീമിങ്ങിൻ്റെ ഗിയർ ഒപ്പിക്കണം, അങ്ങനെയുള്ള പൈസ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. ഞാൻ ആ ഷോർട്ട് ഫിലിമൊക്കെ കയറി ഏറ്റവും പിന്നെ അതിനകത്തൊക്കെ പൈസ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ വർഷത്തെ ഏപ്രിലിൽ ടാക്സ് അടയ്ക്കാനുണ്ട്, അതും അടയ്ക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ എല്ലാം കൂടി വന്നപ്പം ഞാൻ കുറച്ച് ടൈറ്റാണ് മോനെ. ഇനി മോലി ഞാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുണ്ട്. മിക്ക കാര്യം ഞാൻ ബ്ലോഗിൽ കാണിക്കാറില്ല. ഈ മെയിൻ ചാനലിൻ്റെ പുറത്ത് ഞാൻ കുറേ പൈസ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്.
അത് തിരിച്ച് കിട്ടിയിട്ടില്ല എനിക്ക്. ഓൾമോസ്റ്റ് എല്ലാ പൈസയും തിരിച്ച് കിട്ടിയിട്ടില്ല. ചിലർക്ക് 10,000, ചിലർക്ക് അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട് ഞാൻ. അന്ന് ചോദിക്കുമ്പോൾ പക്ഷേ ഇനിയില്ല. ഇനി പോലും ഞാൻ എൻ്റെ പോക്കറ്റ് നോക്കട്ടെ. കുറേ നാളായി ഞാൻ ഇനി നല്ല പ്രവൃത്തിയെല്ലാം ഞാൻ ഇനി മെയിൻ ചാനലിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. വ്ളോഗിലോട്ടും പുറത്തോട്ട് ഇനി ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കാര്യം എവിടെയെങ്കിലും കരക്കെടുത്തതാണ്. കരക്കെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഓരോ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. എൻ്റെ കോൺഷ്യസ്നസ് പറയുന്നു ഞാൻ ഇപ്പോൾ തന്നെ ഈ ലൈവ് സ്ട്രീമിൻ്റെ ഗിയർ മേടിക്കാൻ എനിക്ക് റോൾ ചെയ്യാൻ പൈസ ഉണ്ടായിരുന്നേനെ. അതിപ്പോൾ എന്തായാലും മാനേജ് ചെയ്യേണ്ടി വരും. കുറേ സമയം എടുക്കുന്നു. അടുത്ത മാസത്തേക്ക് പോകായിരുന്ന ട്രിപ്പ് ചിലപ്പോൾ അടുത്ത മാസം നോക്കാം സെറ്റാക്കാം. എനിക്ക് ലൈവ് സ്ട്രീം എന്തായാലും ചെയ്യണം മോനെ, ചെയ്തിരിക്കുന്നു. ആ ഗിയർ കൊണ്ട് എന്തായാലും എത്ര നല്ല ലൈവ് സ്ട്രീം പറ്റുമോ പറ്റും. അത് വീട്ടിലെത്താം, പലപ്പോഴും കഴിക്കട്ടെ. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വീട്ടിലോട്ട് വരുന്നൊരു ഷോട്ട് എടുക്കുന്നു ഞാൻ. ജിമ്മിനെത്തി. അമ്മ നമുക്ക് വേണ്ടി കക്കാർച്ചിയും കപ്പയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കപ്പയും കക്കാർച്ചിയും ഞാൻ കൈ കഴുകിയിട്ടില്ല. ഒരു സെക്കൻഡ്, ഈ താടിയും മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. വെറും കാട്ടുവാസനയാണ് കണ്ട് ലുക്ക്. ഞാൻ ലൈവ് സ്ട്രീമിൽ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. ലൈവ് സ്ട്രീം എനിക്ക് നടത്തിക്കാൻ പറ്റുന്നില്ല. കൊള്ളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ്. ഞാൻ ലൈവ് സ്ട്രീം ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച് നടത്തും നമ്മൾ. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. എന്നാൽ ഈ ഫുഡ് കഴിച്ച് തീർക്കട്ടെ. നാളെ നമുക്ക് നാളെ ഇനി കുറച്ചേറെ പണികളുണ്ട്. പിന്നെ കുറേ സംഭവം ഉണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കാണാം. ടേക്ക് കെയർ, ഹാവ് ഫൺ. I hope you guys are wonderful life. I'll see you guys next time. Till then, take care.